ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഇറങ്ങാൻ പോവുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഉദ്യോഗസ്ഥർ വന്നാലും ഇല്ലെങ്കിലും ഈശ്വർ മാൽപ്പെ ഇറങ്ങും. ഈശ്വർ മാൽപ്പയ്ക്ക് അതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. അനുകൂലമായ അന്തരീക്ഷത്തിൽ ഇറങ്ങുക. ഇനി മഴ പെയ്താൽ ഇതിനുള്ള ഉത്തരവാദി ആരായിരിക്കും? ഈ നഷ്ടപ്പെടുത്തിയ 30 മിനിറ്റ് സമയം ഏകദേശം ഈശ്വർ മാൽപ്പെ 9:30 മുതൽ തയ്യാറായിരിക്കുകയാണ്. ദൗത്യവുമായി മാൽപ്പെ മുന്നോട്ട് തന്നെയാണ്. മാൽപ്പെ ഇറങ്ങാൻ പോകുന്നു. കളക്ടറോ മറ്റ് DSPയോ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെത്തിയിട്ടിറങ്ങിയാൽ മതി എന്നായിരുന്നു. പക്ഷേ ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഇറങ്ങുകയാണ്. ഈശ്വർ മാൽപ്പെ നേരത്തെ ഇരുന്ന ദൃശ്യങ്ങൾ, വളരെ നിസ്സഹായനായി ഇരുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടതാണ്. ഈശ്വർ മാൽപ്പയുടെ ദൗത്യം ആരംഭിക്കുന്നു. ഇപ്പോൾ ഗംഗാവലിപ്പുഴയിലേക്ക് ഈശ്വർ മാൽപ്പെ സംഘവും എത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ക്യാമറകളിൽ നിന്ന് പകർത്തുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഈശ്വർ മാൽപ്പെ പ്രാർത്ഥിച്ച് പതിവ് പോലെ ഗംഗാവലിപ്പുഴയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും നിർണായകമായ തിരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV എത്തിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അർജുനെ തേടിയുള്ള നമ്മുടെ യാത്ര 30ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏറെ പ്രതീക്ഷയുള്ളൊരു ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ ജാക്കി കണ്ടെത്തിയ സ്ഥലത്തു തന്നെയാണ് ഇന്നത്തെ പരിശോധന നടത്തുക. ഇപ്പോൾ സ്ഥലത്ത് നിന്നും അർജുൻ കല്യാടും അഭിലാഷും തുടരുന്നു. അർജുൻ ദൗത്യം ആരംഭിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും മാൽപ്പെ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങുകയാണ്. പ്രാർത്ഥന പൂർത്തിയാക്കി അദ്ദേഹം നേരത്തെ തന്നെ ഈ അമ്പലത്തിൽ, ഇതിനോട് ചേർന്നിട്ടുള്ള അമ്പലത്തിൽ പ്രാർത്ഥന പൂർത്തിയാക്കിയതിന് ശേഷമാണ് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പുഴക്കരയിൽ നിന്ന് കൈകൂപ്പി തൊഴുത് അതിനുശേഷം പുഴയിലേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ കരയിൽ അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ ഉണ്ടായിട്ടുള്ളവർ അതിൻ്റെ കയർ ഉൾപ്പെടെ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ചുറ്റി പുറത്തേക്ക് ആ കയർ നീട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനോടൊപ്പം തന്നെ ലോറി ഉടമയായിട്ടുള്ള മനാഫ് ഈ കരയിൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ലഭിക്കുകയാണെങ്കിൽ കൃത്യമായ തോതിൽ അതിനകത്ത് ഒരു ആദ്യ പ്രാഥമിക ഇപ്പോൾ കരയോട് ചേർന്ന് നിൽക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. മാൽപ്പെ ഇറങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അരുൺകുമാർ, അതായത് ബോട്ടിനകത്തേക്ക്, അതായത് അവർ പ്രാഥമികമായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ബോട്ട് അവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പുഴയോരത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഡൈവിങ്ങിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ഘടിപ്പിക്കുകയാണ് ഈശ്വർ മാൽപ്പയുടെ ഇന്നലത്തെ തെരച്ചിലിലാണ് ജാക്കി നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതേ സ്ഥലത്തേക്കാണ് അല്പസമയത്തിനുള്ളിൽ ഈശ്വർ മാൽപ്പയെ ഊളിയിട്ട് പോകാൻ പോവുക. കാലുകളിൽ ഘടിപ്പിച്ച ഈ ഉപകരണങ്ങളുമായി ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഇറങ്ങും. നേരത്തെ തീരുമാനിച്ചിരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ ഈശ്വർ മാൽപ്പെ തയ്യാറായിരുന്നെങ്കിലും ഉദ്യോഗസ്ഥർ എത്താത്തത് കൊണ്ട് ഞങ്ങൾ എത്തിയിട്ടിറങ്ങിയാൽ മതി എന്നൊരു നിലപാടാണ് എടുത്തത്. ആ നിലപാട് പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ഈശ്വർ മാൽപ്പെ ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജാക്കി കിട്ടിയ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഉള്ളത്. ഏകദേശം 50-60 അടിയോളം അകലെയാണ് ജാക്കി ഇന്നലെ കിട്ടിയ സ്ഥലം. 35 അടി താഴ്ചയിലാണ് ജാക്കി ഇന്നലെ വീണ്ടെടുത്തത്. ആ പരിസരത്ത് അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുമ്പോൾ, വെള്ളം തെളിഞ്ഞു നിൽക്കുമ്പോൾ, ഒഴുക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ പരമാവധി ആഴത്തിൽ പോയി ആ ലോറിയുടെ സാന്നിധ്യം ഉറപ്പാക്കുക. ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഈശ്വർ മാൽപ്പെ വരുന്ന ആശ്വാസ വാർത്ത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷമായിരിക്കണം ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ക്യാബിനിലുള്ള ചെളി പൂർണ്ണമായിട്ടും അകത്ത് ശക്തിയായി വാട്ടർ പമ്പിംഗ് ചെയ്തതിനു ശേഷം ആ ഡ്രൈവർ ക്യാബിനിലുള്ള നമ്മുടെ അർജുനെ തിരികെ എടുക്കാൻ സാധിക്കുക. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർ കാണുന്നത് ഈശ്വർ മാൽപ്പയുടെ ദൗത്യം ആരംഭിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് സങ്കീർണമാക്കിയ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അനാവശ്യമായി സങ്കീർണതയുണ്ടാക്കുക, അനാവശ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുക, ആ ഘട്ടത്തിലൊന്നും നമ്മൾ ഈശ്വർ മാൽപ്പെ അടക്കം പൂർണ്ണമായും ഇവരോട് സഹകരിക്കുന്നുണ്ട്. അപ്പോഴും സമയം പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. എത്രയും പെട്ടെന്ന് ഏകദേശം 8:15 കൂടിയാണ് ഈശ്വർ മാൽപ്പെ അവിടെ എത്തുന്നത്. 9:15 കൂടി ഈശ്വർ മാൽപ്പെ ഇറങ്ങാൻ തയ്യാറാവുന്നു. പക്ഷേ അപ്പോഴും മുകളിൽ നിന്നുള്ള കളക്ടറും മറ്റുദ്യോഗസ്ഥരും പറഞ്ഞതനുസരിച്ച് അവർ വന്നിട്ടിറങ്ങിയാൽ മതി എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ അവരിപ്പോഴും എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഇവിടെ ഈശ്വർ മാൽപ്പെ ദൗത്യത്തിനായി ആഴങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആഴങ്ങളിലേക്ക് ഈശ്വർ മാൽപ്പെ ഊളിയിടാൻ പോവുകയാണ്. ഇന്നലെ തെരച്ചിൽ വളരെ നിർണായകമായിരുന്നു.
തെരച്ചിലായിരുന്നു. ആ തെരച്ചിലിൽ നമ്മൾ കണ്ടെത്തിയ ജാക്കി വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ലോറിയുടെ പാർട്ടും ഇന്നലെ നമുക്ക് കണ്ടെത്തി. കുറച്ചു ഭാഗങ്ങൾ മാത്രമാണ് ഇന്നലെ വീണ്ടെടുക്കാൻ സാധിച്ചത്. ആ ജാക്കി തൻ്റെ ലോറിയുടേതാണെന്ന് മനാഫും ആ ജാക്കി വാങ്ങിയ മുനീബും അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം തെളിഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തെളിച്ചമുള്ള ഗംഗാവലി പുഴയിലേക്ക് ഇപ്പോൾ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഒരാൾ പൊക്കം ഉയരമുണ്ട് എന്ന് തോന്നുന്നു ആ ഭാഗത്ത്. ഈശ്വർ മാൽപേ എല്ലാ സംവിധാനങ്ങളുമായി ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 30 ദിവസമായി നമ്മൾ കാത്തിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുഴയോട് ചേർന്നുള്ള ഭാഗം ഏകദേശം 50 മീറ്റർ അകലെ ഇനി മാൽപേ നീന്തിപ്പോകും. ആ ഭാഗത്ത് എവിടെയെങ്കിലും ലോറി കിടപ്പുണ്ടോ എന്നതാണ് ഇനി തിരയേണ്ടത്. വലിയ മൺകൂന പ്രത്യക്ഷപ്പെട്ടത് പ്രേക്ഷകർ കണ്ടു. ആ മൺകൂനയിൽ താഴെ ലോറി ഉണ്ടാകുമെന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ഒരു സൂചന. പക്ഷേ നാവികസേനയുടെ സോണാർ മെഷീനും ഇന്ദ്രബാലൻ്റെ ഐബോർഡ് മെഷീനും കണ്ടെത്തിയ സ്പോട്ടുകളിൽ നിന്നും കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ്, ഏകദേശം 50 മീറ്റർ മാറിയായിട്ടാണ് ഇന്നലെ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. ആ ജാക്കി കണ്ടെത്തിയ ഭാഗത്താണ് ഇന്നിപ്പോൾ തെരച്ചിൽ ഈശ്വർ മാൽപേയും സംഘവും നടത്താൻ പോകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈശ്വർ മാൽപേ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും ഒപ്പമുണ്ട്. ഇനി ആ ഭാഗം മുതൽ അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒറ്റയ്ക്കാണ് ഈശ്വർ മാൽപേയുടെ ദൗത്യം അർജുൻ. അല്പസമയത്തിനുള്ളിൽ ഈശ്വർ മാൽപേയുടെ കൂടെയുള്ള മറ്റു 2 അംഗങ്ങൾ കൂടി എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷിരൂർ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ഈശ്വർ മാൽപേയും അണ്ടർ വാട്ടർ ടോർച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണാം. അർജുൻ കല്യാടും അത് കാണുന്നുണ്ടാവും, അഭിലാഷും അത് കാണുന്നുണ്ടാവും. ഈ അണ്ടർ വാട്ടർ ടോർച്ച് അടിച്ച് മുന്നോട്ട് പോകാവുന്ന വിസിബിലിറ്റി ഇപ്പോഴുണ്ട്. അന്തരീക്ഷം ഇനി മാറുകയാണെങ്കിൽ പക്ഷേ ദൗത്യത്തെ അത് ബാധിക്കും. അതുകൊണ്ടാണ് തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ പോകേണ്ടതുണ്ട്. 9:20 തന്നെ ഈശ്വർ മാൽപേ തയ്യാറായിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചില നിലപാടുകൾ കാരണം സമയം വൈകി. ഇപ്പോൾ പുഴയിലിറങ്ങിയിരിക്കുകയാണ് മാൽപേ. പുഴയിലിറങ്ങിയ മാൽപേ ഇനി ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോകും. ആഴങ്ങളിൽ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തും. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും 50 അടി കൂടി അകലെ 40ഓളം അടി താഴ്ചയിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഈശ്വർ മാൽപേയുടെ കയ്യിൽ അണ്ടർ വാട്ടർ ടോർച്ചുണ്ട്. ഒപ്പം പുഴയുടെ ആഴങ്ങളിലേക്ക് കൂളിയിടുമ്പോൾ പ്രാണവായു നൽകുന്ന ഓക്സിജൻ സിലിണ്ടറുണ്ട്. സ്കൂബ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ ഈശ്വർ മാൽപേയുടെയും സംഘത്തിൻ്റെയും ട്രേഡ് മാർക്കായ മുളവടിയും കയ്യിലുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പോകാൻ പോകുന്നത്. കഴിഞ്ഞ 30 ദിവസമായി കേരളവും ലോകമെമ്പാടുമുള്ള മലയാളികളും കാത്തിരുന്ന പ്രിയപ്പെട്ട അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി ആ പുഴ മുതൽ എനിക്ക് തോന്നുന്നത് ഈശ്വർ മാൽപേ ഇക്കര മുതൽ മണ്ണ് വീണ് കിടക്കുന്ന പ്രദേശം വരെ ഒരു പക്ഷേ നീന്തി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. ഇന്നലെ ജാക്കി കണ്ടെത്തിയ സ്ഥലത്തായിട്ടായിരിക്കും ഇന്ന് കൂടുതൽ പരിശോധന നടത്തുക. കയ്യിൽ അണ്ടർ വാട്ടർ വീണ്ടും പ്രാർത്ഥനയോടുകൂടി ഈശ്വർ മാൽപേ പുഴയുടെ ആഴങ്ങളിലേക്ക് പോകാൻ പോകുന്നു. കയ്യിലിരിക്കുന്ന ടോർച്ച് അണ്ടർ വാട്ടർ ടോർച്ചാണ്. വെള്ളത്തിനടിയിലും കൃത്യമായി നമുക്ക് കാഴ്ചകൾ നൽകുന്ന ടോർച്ചാണ്. ആ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈശ്വർ മാൽപേ ഇപ്പോൾ ഡൈവിങ്ങിന് തയ്യാറെടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ 30 ദിവസമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരുന്നതാണ് ഈ കാഴ്ച. അതായത് ഇനി തിരിച്ചു വരുമ്പോൾ ആ ലോറിയുടെ സാന്നിധ്യമുണ്ട് അവിടെ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തെരച്ചിലിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈശ്വർ മാൽപേ പറഞ്ഞത് ലോറി ആ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് അല്പസമയത്തിനുള്ളിൽ വിവരം കിട്ടും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജാക്കി കണ്ടെത്തിയ അതേ സ്ഥലത്ത് ഇതാ ഈശ്വർ മാൽപേ സിലിണ്ടർ ഘടിപ്പിച്ച് ഡൈവിംഗ് ആരംഭിച്ചിരിക്കുന്നു. മാൽപേയുടെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. പുഴയുടെ ആഴങ്ങളിലേക്ക് ഈശ്വർ മാൽപേ മുങ്ങാങ്കുഴിയിട്ടിരിക്കുന്നു. അർജുൻ കല്യാട് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് കെ അഭിലാഷ് ഇപ്പോൾ നമുക്ക് ഈശ്വർ മാൽപേയെ കാണാൻ കഴിയില്ല. പുഴയുടെ ആഴത്തിലേക്ക് ഈശ്വർ മാൽപേ മുങ്ങാങ്കുഴിയിട്ടിരിക്കുന്നു. ഇനി നേരത്തെ ജാക്കി കണ്ടെത്തിയ അതേ സ്ഥലത്തേക്കായിരിക്കും പോവുക അല്ലേ? അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നൽകുകയാണ്. അത്തരത്തിലാണ് ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തീർച്ചയായിട്ടും അരുൺകുമാർ, അതായത് ഒരു പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും ഒരു പ്രതീകമായിട്ടുള്ള ഈശ്വർ മാൽപേ ഇപ്പോൾ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജാക്കി കണ്ടെത്തിയിട്ടുള്ള ഇന്നിപ്പോൾ ഡീസലിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ ഈ മുങ്ങിയിട്ടുള്ളത്. കരയിൽ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മനാഫും ജിതിനുമുണ്ട്. അതിനു പുറമെ ഈ സംഘത്തിൽ
ഈ സംഘത്തിൽ നിരവധി ഡൈവേഴ്സ് ഉണ്ട്, പക്ഷേ അവരാരും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല. അല്പസമയത്തിനുള്ളിലാണ് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം അവർ ജോയിൻ ചെയ്യുക. ഈശ്വർ മാൽപ്പയുടെ ഈ ദൗത്യം നിരീക്ഷിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളുണ്ട്. ഏറ്റവും നിർണായകമായ വിവരം ഈശ്വർ മാൽപ്പയെ അല്പസമയത്തിനുള്ളിൽ നമുക്ക് സമ്മാനിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. എവിടെയാണ് അർജുൻ്റെ ലോറി, എവിടെയാണ് അർജുൻ എന്നൊരൊറ്റ ചോദ്യത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. കാലാവസ്ഥ അനുകൂലമാണ്, തെളിഞ്ഞ പുഴയാണ്, ഒഴുക്ക് കുറവാണ്, ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്, അന്തരീക്ഷ ഘടകങ്ങളെല്ലാം അനുകൂലമാണ് ഈ ഘട്ടത്തിൽ. എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.